കെ.എം. ഷാജിയെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പാണ് ഇന്നും ഉയർന്നത്. ജില്ലയിൽ പ്രാപ്തിയുള്ള നേതാക്കൾ ഉണ്ടെന്ന് SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ബദിര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ജില്ലയിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പ്രാദേശിക എതിർപ്പ് അതിന് പിന്നാലെ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ലീഗ് ഒരു പുനരാലോചനയിലേക്ക് പോകുന്നുണ്ട്. അല്പം കൂടി സുരക്ഷിതമായ വേങ്ങരയിലേക്ക് ഷാജിയെ മാറ്റാനുള്ള ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ. റിജിത്ത്, തീർച്ചയായും കെ.എം. ഷാജിയെ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ എതിർപ്പാണ് പ്രാദേശിക തലത്തിൽ ഉണ്ടാവുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വങ്ങളാകെ ഒരേ സ്വരത്തിൽ കെ.എം. ഷാജിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ രഞ്ജിത്ത് VS സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക മണ്ഡലം ചില നേതാക്കൾ സാദിഖ് അലി തങ്ങളെ നേരിട്ട് കണ്ട് ഈ എതിർപ്പ് അറിയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് രാവിലെ നഗരത്തിൽ കെ.എം. ഷാജിക്കെതിരെയുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കെ.എം. ഷാജിയുടെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണനയിൽ ഉണ്ടായപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വം മാത്രമല്ല സമസ്തയുടെ ഇരുവിഭാഗങ്ങളും അതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സുന്നി വിഭാഗങ്ങളെ ആകെ അപമാനിച്ചിട്ടുള്ള നേതാവാണ് കെ.എം. ഷാജി. അതുകൊണ്ട് തന്നെ കെ.എം. ഷാജിയെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് പരിഗണിക്കരുത്, ജില്ലയിൽ തന്നെ അതിൽ പ്രാപ്തിയുള്ള നേതാക്കൾ ഉണ്ടെന്ന് സമസ്തയുടെ പോഷക സംഘടനയായിട്ടുള്ള SKSSF ഉൾപ്പെടെ നേരത്തെ ആ നിലപാട് വ്യക്തമാക്കിയതാണ്. വീണ്ടും ഷാജിയുടെ പേര് ഉയർന്നു കേൾക്കുന്ന ഈ ഘട്ടത്തിൽ ആ എതിർപ്പ് കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇടം പിടിച്ചത്. ഷാജിയെ വേണ്ട എന്ന നിലപാടിൽ പ്രാദേശിക നേതൃത്വം ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ലീഗ് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.